അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്ത് നമുക്ക് പഠിപ്പിച്ച് മാതൃകയാക്കിയ ഇസ്തിഗാസകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഏറെ പ്രമുഖനായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 55ഓളം വരുന്ന ഹദീസുകൾ നേരിട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ 55 ഹദീസുകളിൽ 9 ഹദീസുകൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച് മുത്തഫഖുൻ അലൈഹിയായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. മാത്രമല്ല, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാം കീഴടക്കുന്ന യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നതായും ഏറ്റവും നല്ല ഭംഗിയുള്ള സുന്ദരമായി ഖുർആൻ ഓതുന്ന ആളായിരുന്നുവെന്നും മഹാനവറുകളെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ സ്വഹാബി വര്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടത്തിയ അവിടുത്തെ ഖബറിൻ്റെ അരികിൽ ചെന്ന് നടത്തിയ ഷഫാഅത്തിനെ കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മഹാനവറുകൾ ദിമിഷ്ക് കീഴടക്കുന്ന സമയത്ത് ഈ വാർത്തയുമായി അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വസലൽ മദീനത്ത ഫി 7 അയ്യാം, 7 ദിവസം കൊണ്ടായിരുന്നു മഹാനവറുകൾ മദീനയിലേക്ക് എത്തിച്ചേർന്നത്. റജഅ മിൻഹാ ഇല ശാം ഫി യൗമൈൻ വനിസ്ഫിൻ, 2.5 ദിവസം കൊണ്ടാണ് തിരിച്ചു മഹാനവറുകൾ ഷാമിലേക്ക് തന്നെ മടങ്ങിയത് എന്ന് പറയുന്നു. അങ്ങോട്ട് 7 ദിവസം കൊണ്ട് എത്തിച്ചേർന്ന ഉഖബ റളിയല്ലാഹു അൻഹു തിരിച്ച് അതേ വഴിയിൽ മടങ്ങിയപ്പോൾ വെറും 2.5 ദിവസം മാത്രമായി അത് ചുരുങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് ബിദുആഇഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഫുഇഹി ബിഹി ഫി തഖരീബി ത്വരീഖി. മദീനയിലെത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് മുത്തുനബിയോട് ഷഫാഅത്ത് ചോദിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തുകയും ചെയ്തത് കാരണമായിട്ടാണ് മഹാനവറുകൾക്ക് തിരിച്ചു പോകുമ്പോൾ വഴി ചുരുങ്ങിയതായി അനുഭവപ്പെട്ടത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിലും മറ്റു ധാരാളം ഇമാമുമാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലുമെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തി വച്ചതായി നമുക്ക് കാണാം. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? മഹാന്മാരായ സ്വഹാബത്ത് അവരവരുടെ ജീവിതത്തിൽ എത്ര ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് മുത്തുനബിയോട് ആവലാതി പറയുകയും അവിടുത്തോട് ഷഫാഅത്ത് ചോദിക്കുകയും ഇസ്തിഗാസ ചെയ്യുകയും ചെയ്ത് അവർ നമുക്ക് വലിയ മാതൃകകൾ സൃഷ്ടിച്ചവരായിരുന്നു എന്നതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ പാന്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് യഥാർത്ഥ സുന്നിയായി മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.